എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉള്ളി ചേർക്കാതെ ഉള്ളി തക്കാളി വഴറ്റി സമയം കളയാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ഫർദീസ ചിക്കൻ കറി പേര് പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു കറി. നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിൽ നല്ല രുചിയോടെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഗസ്റ്റെല്ലാം വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സൂപ്പർ കറി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോ ചിക്കൻ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. അത്യാവശ്യം വലിയ പീസായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഫുൾ ചിക്കൻ ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വലുപ്പത്തിലുള്ള പീസായിട്ടോ ഒരു ചിക്കനെ 4 പീസായിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. ഇതാ ചിക്കനെല്ലാം ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ലതുപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു കറി റെഡിയാക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു വലിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക, ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും, 1 ടീസ്പൂൺ ചിക്കൻ മസാലയും, ചിക്കൻ മസാല അല്ലെങ്കിൽ മന്തി മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചിക്കൻ്റെ സ്റ്റോക്കിൽ ഉപ്പുണ്ടാവും, അതുകൊണ്ട് കൂടി പോകരുത്. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയോ ഓയിലോ ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഹാഫ് ലെമൺ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. നമ്മളിതിൽ വഴറ്റുന്നൊന്നുമില്ല, ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ നല്ലതുപോലെ തന്നെ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മിക്സാക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ ചിക്കൻ്റെ പീസിലും നന്നായിട്ട് കുത്തി കൊടുക്കണം കേട്ടോ, എന്നാലാണ് നല്ലതുപോലെ ഉള്ളിൽ മസാല പിടിക്കുകയുള്ളൂ, വലിയ പീസല്ലേ. അപ്പം ചിക്കനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു മസാലയും എല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ചിക്കനും എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് വെക്കുക. അരമണിക്കൂർ വെക്കുന്നില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കുക. 10 മിനിറ്റും സമയമില്ലെങ്കിൽ ഇപ്പം തന്നെ റെഡിയാക്കി എടുക്കാം. ഞാനൊരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷമാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ ഇതാ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓൺ ചെയ്തിട്ട് ചെറിയ തീയിൽ ചിക്കനെല്ലാം നല്ലതുപോലെ വേവിച്ച് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് വേവാനായിട്ട് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ചിക്കനെ തിരിച്ചും മറിച്ചെല്ലാം ഇട്ട് കൊടുക്കണം, അത് മറക്കരുത്. ഒരു 5 മിനിറ്റെല്ലാം ആകുമ്പോൾ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഒരു 15 മിനിറ്റെല്ലാം ആകുമ്പോഴത്തേക്ക് തന്നെ ചിക്കൻ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു വെള്ളം കൊണ്ട് തന്നെ ഈ ഒരു ചിക്കൻ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് എല്ലാം ഓരോ പീസും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തുറന്നിട്ട് ഇതുപോലെ തന്നെ എൻ്റെ പീസെല്ലാം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 15-20 മിനിറ്റ് എല്ലാം ആകുമ്പോഴത്തേക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ചിക്കനും ഈ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. ഫുൾ ചിക്കനാണ് ചെയ്യുന്നതെങ്കിലും ആ ചിക്കനെ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് അരച്ച് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 25 അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടേനു, അത് ഒരു മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വെന്ത ചിക്കനിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചിക്കൻ നമ്മൾ വേവാനായിട്ട് വെച്ചിട്ട് ഒരു 15 മിനിറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിക്കായി വരണം. ആദ്യം നല്ലതുപോലെ വെള്ളം ഇറങ്ങി വരും.
അതൊന്ന് വറ്റി ഈ ഒരു രീതിയിൽ തിക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒന്ന് ചിക്കനെല്ലാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരച്ചെടുത്ത അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അരച്ചെടുത്ത അണ്ടിപ്പരിപ്പ് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഞാനിതാ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രേവി എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് മിക്സീൻ്റെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഗ്രേവിയോട് കൂടെ കഴിക്കുന്നതിനേക്കാളും ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയോടെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഗ്രേവി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ആക്കിയെടുക്കുക. എന്നിട്ട് ഈ ഒരു ചിക്കനെല്ലാം ഒന്നും കൂടെ മറിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്നും കൂടെ തിളപ്പിക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ചൊഴിച്ചതല്ലേ, ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെക്കുക. അപ്പോഴത്തേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിള വരാൻ തുടങ്ങും. അപ്പോൾ തുറന്നിട്ട് നമുക്കിതാ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നില്ല, ഈ ഒരു രീതിയിലൊന്ന് മിക്സാക്കിയതിന് ശേഷം കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫർദീസ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. പൊറോട്ടൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും ഫ്രൈഡ് റൈസിൻ്റെ കൂടിയും നെയ്ച്ചോറിൻ്റെ കൂടിയും പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പിന്നെ കമീറ ബ്രെഡിൻ്റെ, അതിൻ്റെ കൂടിയെല്ലാം പൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.